ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IoT മൊഡ്യൂൾ 5-ലെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡിസൈനിങ് എ റെസ്റ്റ്ഫുൾ വെബ് API. ഒരു റെസ്റ്റ്ഫുൾ വെബ് API നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് ഓരോ പോയിൻറ്റ്സ് ആയിട്ടാണ് ഈ ആൻസർ എഴുതുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ആണ് ഡിഫൈൻ ദ റിസോഴ്സസ്. അതായത് എന്ത് ടൈപ്പ് ഓഫ് റിസോഴ്സസിനെയാണ് ആ API എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെ റിസോഴ്സസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഐഡൻറ്റിഫൈ റിസോഴ്സസ് ദാറ്റ് യുവർ API എക്സ്പോസ് ചെയ്യേണ്ട റിസോഴ്സസ് ഏതൊക്കെയാണ് എന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുക. സോ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻ ബി എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഓർ മാനിപ്പുലേറ്റഡ് ത്രൂ ദ API വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തിനാ നമുക്ക് റിസോഴ്സസ് എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾസ് ഓഫ് റിസോഴ്സ് എന്തൊക്കെയാണ്? യൂസേഴ്സ്, പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഓർഡേഴ്സ്. ഇതിനെയൊക്കെയാണ് ഡിഫൈൻ ദ റിസോഴ്സസ് എന്ന് പറയുന്ന കാറ്റഗറി പറയുന്നത്, ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡൻറ്റിഫൈ ദ ഓപ്പറേഷൻ. അതായത് ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന്, APIക്കകത്ത് വരുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഫോർ ഈച്ച് റിസോഴ്സ് ഐഡൻറ്റിഫൈ ദ ഓപ്പറേഷൻസ് ദാറ്റ് ക്ലയൻറ്റ് ഷുഡ് ബി ഏബിൾ ടു പെർഫോം. അപ്പോൾ ഓരോ റിസോഴ്സസിനും ആ ക്ലയൻറ്റ് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ചെയ്യേണ്ടതെന്ന് പെർഫോം ചെയ്യേണ്ടത്. ഐഡൻറ്റിഫൈ ദ ഓപ്പറേഷൻസ് ദാറ്റ് ക്ലയൻറ്റ് ഷുഡ് ബി ഏബിൾ ടു പെർഫോം. ക്ലയൻറ്റിന് ഏതൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഓപ്പറേഷൻസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക. കോമൺ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഗെറ്റ്, അതായത് റിട്രീവ് ദ റിസോഴ്സിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പറേഷനാണ് ഗെറ്റ്. അതുപോലെ പോസ്റ്റ്, ക്രിയേറ്റ് ന്യൂ, ഒരു പുതിയ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ യൂസ് ചെയ്യാം. അപ്ഡേറ്റ്, ഒരു എക്സിസ്റ്റിംഗ് റിസോഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പുട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ യൂസ് ചെയ്യാം. അതുപോലെ ഡിലീറ്റ്, ഒരു റിസോഴ്സിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ്. അപ്പോൾ എന്തൊക്കെയാ? റിട്രീവ് എ റിസോഴ്സ്, ഒരു റിസോഴ്സ് റിട്രീവ് ചെയ്യാൻ വേണ്ടി ഗെറ്റ്, അല്ലെ നമുക്ക് ആ ഒരു വാക്കിൽ തന്നെ മനസ്സിലാവും, ഗെറ്റ്. അപ്പോൾ ആ റിസോഴ്സിനെ കിട്ടാൻ വേണ്ടി. അതുപോലെ ഒരു പുതിയ റിസോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുക, ആ ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി. ഇപ്പോൾ ഒരു പുതിയ റിസോഴ്സാണ്, അതിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ്. പുട്ട്, അപ്ഡേറ്റ് ആൻഡ് എക്സിസ്റ്റിംഗ് റിസോഴ്സ്, അതായത് എക്സിസ്റ്റിംഗ് റിസോഴ്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പുട്ട് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഉണ്ട്. ആൻഡ് ഡിലീറ്റ് റിസോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഐഡൻറ്റിഫൈ ദ ഓപ്പറേഷൻസിൻ്റെ അത് പറയുന്നത്. ഇനി എന്താണ്? ഡിഫൈൻ ദ URL സ്ട്രക്ചർ. അടുത്ത് നമ്മൾ പറയുന്നത് URL സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഡിഫൈൻ എ URL സ്ട്രക്ചർ ദാറ്റ് അലോസ് ക്ലയൻറ്റ്സ് ടു ആക്സസ് ദ റിസോഴ്സ് ആൻഡ് ഓപ്പറേഷൻസിനെയും, നമ്മുടെ APIക്കകത്ത് റിസോഴ്സുകളെയും ഓപ്പറേഷൻസിനെയൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു URL സ്ട്രക്ചർ വേണം. അപ്പോൾ ആ ഒരു URL സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു URL വഴി ക്ലയൻറ്റിന് നമ്മുടെ റിസോഴ്സ്, APIക്കകത്തുള്ള റിസോഴ്സസിനെയും ഓപ്പറേഷൻസിനെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി യൂസ് എ കൺസിസ്റ്റൻറ്റ് ആൻഡ് ഇൻറ്റ്യൂട്ടീവ് URL സ്ട്രക്ചർ ദാറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ. അപ്പോൾ എന്താ പറയുന്നത്? ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള URL സ്ട്രക്ചർ വേണം നമ്മളവിടെ യൂസ് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് എന്താണ്? ദാറ്റ് ഈസ് ടു ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിമെമ്പർ. അതായത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവണം, യൂസറിനെ ഓർത്തിരിക്കാനും അതുപോലെ റിമെമ്പർ ചെയ്യാനും അതുപോലെ മനസ്സിലാവാനും ഒക്കെ പെട്ടെന്ന് എളുപ്പമുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു URL സ്ട്രക്ചർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. അടുത്ത ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു? അതായത് റിസോഴ്സസ് ഡിഫൈൻ ചെയ്യണം, എന്ത് ടൈപ്പ് ഓഫ് റിസോഴ്സാണ്, അതുപോലെ തന്നെ ഓപ്പറേഷൻസ് എന്തൊക്കെയായിരിക്കണം, അതുപോലെ നെക്സ്റ്റ് ആണ് URL സ്ട്രക്ചർ. അപ്പോൾ ആ URL സ്ട്രക്ചർ വഴിയാണ് ക്ലയൻറ്റ് നമ്മുടെ റിസോഴ്സസിനെയും ഓപ്പറേഷൻസിനെയൊക്കെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ഡിഫൈൻ ദ റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് ഫോർമാറ്റ്. അപ്പം റിക്വസ്റ്റും അതുപോലെ റെസ്പോൺസ് ഫോർമാറ്റുകളും ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഡിഫൈൻ ദ ഫോർമാറ്റ് ഓഫ് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസസ് ഓഫ് ഈച്ച് ഓപ്പറേഷൻ. ഓരോ ഓപ്പറേഷൻ്റെയും റിക്വസ്റ്റ് എങ്ങനെയായിരിക്കണം, റെസ്പോൺസ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഫോർമാറ്റ് എല്ലാം ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. യൂസ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് സച്ചസ് JSON or XML to ensure that clients can easily pursue and generate request and response. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആയിരിക്കണം നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. റെസ്പോൺസിനും റിക്വസ്റ്റിൻ്റെ ഫോർമാറ്റ് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ആ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമാറ്റ് ആയിരിക്കണം, സച്ചസ് JSON. അപ്പോൾ അവിടെ ഏതൊക്കെയാണ്? JSON അല്ലെങ്കിൽ XML, ഇങ്ങനെയുള്ള ഫോർമാറ്റ് യൂസ് ചെയ്യാൻ പറ്റും. എന്തിനാണ്? ടു എൻഷുർ ദാറ്റ് ക്ലയൻറ്റ്സ് ക്യാൻ ഈസിലി പാർസ് ആൻഡ് ജനറേറ്റ് റിക്വസ്റ്റ്. അപ്പം ക്ലയൻറ്റ്സിന് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാനും പാസ് ചെയ്യാനും റിക്വസ്റ്റിനെയും റെസ്പോൺസിനെയൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് വേണം. JSON അല്ലെങ്കിൽ XML പോലുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലായിരിക്കണം നമ്മൾ കൊടുക്കാൻ വേണ്ടി. ഓക്കെ, എന്നാലേ അവർക്ക് ഓരോ ഓപ്പറേഷൻസിനെയും റിക്വസ്റ്റ് ചെയ്യാനും റെസ്പോൺസസ് ഒക്കെ കൊടുക്കാനും ഉള്ള ഒരു കറക്റ്റ് ഫോർമാറ്റ് അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്താണ് ഡിഫൈൻഡ് ഒതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ മെക്കാനിസം. ഓതറൈസേഷൻ മെക്കാനിസം, ഒതൻറ്റിക്കേഷൻ, ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അടുത്ത പോയിന്റ്. സോ ഡിഫൈൻ ദ ഓതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ മെക്കാനിസം ടു എൻഷുർ ദാറ്റ് ഓൺലി ഓതറൈസ്ഡ് ക്ലയൻറ്റ്സ് ക്യാൻ ആക്സസ് യുവർ API. നമ്മുടെ APIനെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ക്ലയൻസും മാത്രമായിരിക്കണം
ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഡിഫൈൻ ചെയ്തപ്പം ഒതൻറ്റിക്കേഷനും അതുപോലെ തന്നെ ഓതറൈസേഷൻ മെക്കാനിസംസും എല്ലാം ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ക്ലയൻസ് മാത്രമേ നമ്മുടെ APIനെ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്ത പോയിൻ്റാണ് 6th പോയിന്റ്, ഡിഫൈൻ എറർ ഹാൻഡ്ലിംഗ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. എന്താണ് എറർ ഹാൻഡ്ലിംഗ്? ഡിഫൈൻ ദ എറർ ഹാൻഡ്ലിംഗ് മെക്കാനിസം ടു റിട്ടേൺ അപ്രോപ്രിയേറ്റ് എറർ റെസ്പോൺസസ് ഇൻ കേസ് ഓഫ് എറേഴ്സ്. അതായത് APIക്കകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു എറർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആ ഒരു മെക്കാനിസംസ് എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ടു റിട്ടേൺ അപ്രോപ്രിയേറ്റ് എറർ റെസ്പോൺസ് ഇൻ കേസ് ഓഫ് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എറർ റെസ്പോൺസസ് അവിടെ വന്നിരിക്കണം. അപ്പോൾ അത് എറർ ഹാൻഡ്ലിംഗ് മെക്കാനിസം അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇനി എന്താണ്? ഡിഫൈൻ ദ API ഡോക്യുമെൻറ്റേഷൻ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അതായത് ഡോക്യുമെൻ്റ് API യൂസിങ് ടൂൾസ് ലൈക്ക് സ്വാഗർ ഓർ ഓപ്പൺ API ടു മേക്ക് ഇറ്റ് ഈസി ഫോർ ക്ലയൻസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് യുവർ API. നമ്മുടെ ക്ലയൻസിന് ഈ നമ്മുടെ API മനസ്സിലാവാനും അതുപോലെ തന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു API ടൂൾസ് നമ്മളവിടെ കൊടുക്കണം. ലൈക്ക് എന്തൊക്കെ API ടൂൾസ് ആണ്? സ്വാഗർ അല്ലെങ്കിൽ ഓപ്പൺ API, ഇങ്ങനെയുള്ള API ടൂൾസ് നമ്മളവിടെ കൊടുക്കണം. ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഡോക്യുമെൻ്റ് API ടൂൾസ് ലൈക്ക് സ്വാഗർ ഓർ ഓപ്പൺ API ടു മേക്ക് ഇറ്റ് ഈസി. ഇപ്പം ഈ ക്ലയൻസിന് എളുപ്പം നമ്മുടെ API മനസ്സിലാവാനും അതുപോലെ തന്നെ യൂസ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനെയുള്ള API ടൂൾസ് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ലാസ്റ്റ് വണ്ണാണ് ടെസ്റ്റ് ദ API ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ദ API യൂസിങ് എ ടൂൾ ലൈക്ക് പോസ്റ്റ്മാൻ ടു എൻഷുർ ദാറ്റ് ഇറ്റ് വർക്ക്സ് ആസ് എക്സ്പെക്റ്റഡ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പോസ്റ്റ്മാൻ പോലുള്ള ഒരു API ടെസ്റ്റ് ചെയ്യുന്ന ടൂളുകൾ എടുക്കുക. ഓക്കെ, അപ്പോൾ APIനെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ടെസ്റ്റ് ചെയ്യുക. ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഡിഫൈൻ ദ റിസോഴ്സസ്, അതുപോലെ ഐഡൻറ്റിഫൈ ദ ഓപ്പറേഷൻസ്, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് വേണ്ടത്. ദെൻ URL സ്ട്രക്ചർ, യൂസേഴ്സിന് ഓർത്തിരിക്കാൻ പറ്റുന്ന, ക്ലയൻസിന് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാവുന്ന, റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് URLs വേണം കൊടുക്കാൻ. ദെൻ റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് ഫോർമാറ്റ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമാറ്റ് വേണം അതിൻ്റെ അകത്ത് കൊടുക്കുക, റിക്വസ്റ്റിനും റെസ്പോൺസിനും ഒക്കെ. കാരണം JSON, XML പോലുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്സ് ആയിരിക്കണം വേണ്ടത്. ഇനി എന്താണ്? ഒതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ മെക്കാനിസം. എന്താണ്? അതായത് ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള ക്ലയൻസ് മാത്രമേ API ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. അടുത്താണ് എറർ ഹാൻഡിൽ. എന്തെങ്കിലും എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് എറർ റെസ്പോൺസസ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ, റിട്ടേൺ കൊടുക്കുന്ന രീതിയിൽ വേണം എറർ ഹാൻഡിൽ മെക്കാനിസം ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെന്താണ്? API ഡോക്യുമെൻറ്റേഷൻ. അതായത് ഡോക്യുമെൻ്റ് API യൂസിങ് ടൂൾസ്. നമ്മൾ APIനെ ഡോക്യുമെൻ്റ് ചെയ്യണം. എങ്ങനെയാണ്? ലൈക്ക് സ്വാഗേഴ്സ് അല്ലെങ്കിൽ ഓപ്പൺ API പോലുള്ള ടൂൾസ് വെച്ചിട്ട് APIനെ ഡോക്യുമെൻ്റ് ചെയ്ത് കൊടുക്കണം. എന്തിനാണ്? ഫോർ ക്ലയൻസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് യുവർ API. അടുത്താണ് ലാസ്റ്റ് സ്റ്റെപ്പാണ് ടെസ്റ്റ് ദ API. അപ്പോൾ പോസ്റ്റ്മാൻ പോലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ API നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഈ പറയുന്ന പോസ്റ്റ്മാൻ പോലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഡിസൈനിങ് എ റെസ്റ്റ്ഫുൾ വെബ് API എന്ന് പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു.